ഹായ് ആൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ നിയാസ്. അപ്പോൾ നമ്മളുടെ ഈ ഓഗസ്റ്റ് മാസത്തിൽ നമ്മൾ കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് വന്നിട്ടുള്ള കംപ്ലീറ്റ് ഡ്രൈവർ എക്സാമുകൾ അല്ലേ, ഒരു കോമൺ ടെസ്റ്റ് പോലെ ഒന്നിച്ച് നടക്കാൻ പോവുകയാണ്. ഡ്രൈവർ കം OA എന്ന് നമ്മൾ ചുരുക്കപ്പേരിട്ട് വിളിച്ചിട്ടുണ്ട്. ഡ്രൈവർ കം OA ഉണ്ട്, അതേപോലെ തന്നെ LDV ഡ്രൈവർ ഉണ്ട്, HDV ഡ്രൈവർ ഉണ്ട്, പിന്നെ സ്പെഷ്യലായിട്ട് NCA വന്നിട്ടുള്ള കുറേ അധികം നോട്ടിഫിക്കേഷൻസ്. ഇതെല്ലാം കൂടിയും ഒന്നിച്ച് ഈ ഒരു ഓഗസ്റ്റ് മാസത്തിൽ നടക്കാൻ പോവാണ്. അപ്പോൾ അത് നടക്കുന്നതിന് മുന്നോടിയായിട്ട് നമുക്ക് ഇതിൻ്റെ മുന്നേ നടന്നിട്ടുള്ള ഡ്രൈവർ കം OAയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് അതിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട്, എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് അനാലിസിസ് ചെയ്തിട്ട് നമുക്ക് നമ്മളുടെ ലാസ്റ്റ് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ള ലാസ്റ്റ് ഘട്ടത്തിലേക്ക് പഠിക്കുന്ന ഘട്ടത്തിലോട്ട് കടക്കാം. അപ്പോൾ നമുക്ക് ഡ്രൈവർ കം OAയിൽ കഴിഞ്ഞ ലാസ്റ്റ് 2023 2 എക്സാമുകൾ OA റിലേറ്റഡ് ആയിട്ട് നടന്നത്. നമ്മൾ നോർമലി നമുക്കറിയാം, എല്ലാവർക്കും അറിയാം, സിലബസ് വരുന്ന സമയത്ത് ഡ്രൈവിംഗ് 50 മാർക്ക് എന്നുള്ള മാത്രമാണ് OA അല്ലെങ്കിൽ LDV ഡ്രൈവർ എക്സാമുകൾക്ക് ഉണ്ടാകാറുള്ളത്, സിലബസിൽ ഉണ്ടാകാറുള്ളത്. പിന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ, കഴിഞ്ഞ 2 വർഷം മുന്നേ നമ്മളുടെ പോലീസ് ഡ്രൈവർ, ഫയർമാൻ ഡ്രൈവർ ഉള്ളതിൽ സ്പെഷ്യൽ ടോപ്പിക്സ് വന്നതിന് ശേഷം നടന്നിട്ടുള്ള ഒരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആ സ്പെഷ്യൽ ടോപ്പിക്സിൽ പറഞ്ഞിട്ടുള്ള സിലബസിലെ എല്ലാ ഭാഗങ്ങളും തന്നെ ഇതിലും നമുക്ക് ഈ ഒരു ഡ്രൈവർ കം OA എക്സാമിലും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ എക്സാമിൽ നടന്നിട്ടില്ല, അതിനെ ബേസ് ചെയ്തിട്ട് തന്നെ റിലേറ്റ് ചെയ്ത് നടന്നതുകൊണ്ട് ആ ക്വസ്റ്റ്യൻസ് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഏത് ഭാഗത്ത് നിന്നായിരുന്നു ആ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എന്നുള്ളതും കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ കൂടെ തന്നെ ഡിസ്കഷൻ ചെയ്തിട്ട് പോകാം. അപ്പോൾ നോർമലി നമ്മൾ ഒരു ക്വസ്റ്റ്യൻ എടുക്കുന്നു, ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ മാർക്ക് ചെയ്യുന്നു, അത് ഏത് ഭാഗത്തു നിന്നാണ് വന്നിട്ടുള്ളത് എന്നുള്ളതും കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പരിശോധിക്കാം. അതിനുശേഷം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇത് നമുക്കൊരു സീരീസ് ആയിട്ട് ചെയ്യാണ്. ഒരു ക്ലാസ്സിൽ ഒരു 10-15 ക്വസ്റ്റ്യൻസ് ചെയ്തതിന് ശേഷം അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ, അങ്ങനെ അടുത്ത സെറ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 12,000 കിലോഗ്രാം അൺലാഡഡ് വെയിറ്റ് ഉള്ള റോഡ് റോളർ ഏത് വിഭാഗം വാഹനത്തിൽ വരും? ഓപ്ഷൻ എ പറയുന്നത് ഹെവി ഗുഡ്സ് വാഹനം, ഓപ്ഷൻ ബി പറയുന്നത് ഹെവി പാസഞ്ചർ വാഹനം, ഓപ്ഷൻ സി പറയുന്നത് മീഡിയം ഗുഡ്സ് വാഹനം, ഓപ്ഷൻ ഡി പറയുന്നത് മീഡിയം പാസഞ്ചർ വാഹനം. ഇപ്പൊ എന്താണ് ചോദിച്ചിട്ടുള്ളത്? 12,000 കിലോഗ്രാം അൺലാഡഡ് വെയിറ്റ് ഉള്ള, അല്ലേ? അപ്പൊ 12,000 കിലോഗ്രാം അൺലാഡഡ് വെയിറ്റ് ഉള്ള റോഡ് റോളർ ഏത് വിഭാഗത്തിൽ വിടും? അപ്പൊ നോർമലി നമ്മൾ എന്താ പറയുന്നത്, നമ്മൾ 12,000 കിലോഗ്രാം വെയിറ്റ് ഉള്ള എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് ആണ് എടുക്കുന്നത്, അല്ലേ? 12,000 കിലോഗ്രാമിന് മുകളിൽ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം അത് ഒരു ഹെവി കാറ്റഗറി, ഹെവി വാഹനത്തിലാണ് നമ്മൾ ഉൾപ്പെടുത്താറുള്ളത്. അപ്പോൾ ഇതിൽ 12,000 കിലോഗ്രാമിൽ അൺലാഡഡ് വെയിറ്റ് ഉള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺലാഡഡ് വെയിറ്റും പേലോഡോടി കൂടി കഴിഞ്ഞാൽ മാത്രമാണ് അത് ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് ആകുന്നുള്ളൂ. അപ്പോൾ 12,000 കിലോഗ്രാം അൺലാഡഡ് വെയിറ്റ് ഉള്ള റോഡ് റോളർ ഏത് വിഭാഗത്തിൽ പെടും എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഇതിൽ ഓപ്ഷൻസ് തന്നെ നിങ്ങൾ നോക്കൂ: ഹെവി ഗുഡ്സ്, ഹെവി പാസഞ്ചർ, മീഡിയം ഗുഡ്സ്, മീഡിയം പാസഞ്ചർ. ഒരിക്കലും പാസഞ്ചർ വാഹനമല്ല എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിച്ചൂടെ? എന്തായാലും റോഡ് റോളർ എന്തായിട്ടില്ല, പാസഞ്ചർ വാഹനമല്ല, അതൊരു ഗുഡ്സ് വാഹനമല്ല, നമ്മൾ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാഹനമാണ്. എങ്കിലും അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വിഭാഗത്തിൽ പെടും? മീഡിയം ഗുഡ്സ് വെഹിക്കിൾ, അല്ലെ? മീഡിയം ഗുഡ്സ് വെഹിക്കിൾ വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് എന്ത് വരുന്നത്, കറക്റ്റ് ആയിട്ട് ആൻസർ വരുന്നത് കേട്ടോ. എന്നാൽ ഞാൻ നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. ചരക്ക് കയറ്റുന്നതും ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് 12,000 കിലോഗ്രാമിന് മുകളിലുള്ളതുമായ വാഹനങ്ങൾ കാറ്റഗറി വാഹനങ്ങൾ എന്ന് നിർവചിച്ചിരിക്കുന്നത്. അതായത് ചരക്ക് കയറ്റുന്നത്, അതായത് നമുക്കറിയാം ഇവിടെ എന്താ വന്നിട്ടുള്ളത്, ഗുഡ്സ് വാഹനങ്ങളെ കുറിച്ചാണ് പറയുന്നത്, അല്ലേ? ഗുഡ്സ് വാഹനങ്ങളെ കുറിച്ചാണ്. 12,000 കിലോഗ്രാമിക്ക് മുകളിൽ വാഹനങ്ങളിലുള്ള കാറ്റഗറി ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് GVW എത്ര വരുന്നത്? 12,000 കിലോഗ്രാമിക്ക് മുകളിലാണ് വരുന്നത്. അപ്പൊ ഇതിൽ N3, N2, M3, M2 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ചരക്ക് വാഹനം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഉറപ്പിക്കണം എന്താണ്, N1 N2 N3 ആണ്. അതായത് പാസഞ്ചർ വാഹനങ്ങൾക്കാണ് നമ്മൾ M കൊടുക്കാറുള്ളത്, M അല്ല എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് ആദ്യം തന്നെ ഉറപ്പിക്കുക. എന്നാൽ 12,000 കിലോഗ്രാമിന് മുകളിൽ വരുന്നത്, അതായത് 12 ടൺ, അല്ലെ? 12 ടണ്ണിന് മുകളിൽ വരുന്ന വാഹനങ്ങൾ ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നതാണ് നമ്മൾ, അത് ഓപ്ഷൻ എ ആണ്, N3 ആണ് ഉൾപ്പെടുന്നത്. അപ്പോൾ നമ്മൾ N1 എന്താണ്, ചരക്ക് വാഹനങ്ങളിലെ N1 എന്താണ്, അതേപോലെ തന്നെ N2 എന്താണ്, അതേപോലെ തന്നെ N3 എന്താണ് എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഇതിൻ്റെയൊക്കെ വെയിറ്റ് ലിമിറ്റും കാര്യങ്ങളും എത്രയാണ് വരുന്നത്, എത്ര ടണ്ണിന് താഴെ വരുമ്പോൾ N1 ആവുന്നു, എത്ര ടണ്ണിന് ഇടയിലാവുമ്പോഴാണ് N2 ആവുന്നത്, എത്ര ടണ്ണിന് മുകളിൽ പോകുമ്പോഴാണ് N3 ആവുന്നത് എന്നുള്ള കാര്യം നമ്മൾ കറക്റ്റായിട്ട് പഠിച്ചിരിക്കണം. ദെൻ നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. അപകട സാധ്യത നിറഞ്ഞ ചരക്ക് ഹസാർഡ് ഗുഡ്സ് കയറ്റുന്ന ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഓടിക്കുന്നതിനുള്ള ലൈസൻസ് പുതുക്കി നൽകുന്ന കാലാവധി. ഓപ്ഷൻ എ 1 വർഷം, ഓപ്ഷൻ ബി 3 വർഷം, ഓപ്ഷൻ സി 5 വർഷം, ഓപ്ഷൻ ഡി 10 വർഷം.
എന്നുള്ള ചോദിച്ചിട്ടുള്ളത് അപകട സാധ്യത നിറഞ്ഞ ചരക്ക് ഹസാർഡ് വാഹനം, അതായത് ഹസാർഡസ് ആയിട്ടുള്ള വെഹിക്കിൾ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ആ വാഹനങ്ങൾ ഓടിക്കുന്ന അങ്ങനെയുള്ള ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കുന്നതിനുള്ള ലൈസൻസ് പുതുക്കി നൽകുന്ന കാലാവധി, അതായത് ആ ലൈസൻസിന്റെ വാലിഡിറ്റി എത്രയാണെന്നാണ്. ഹസാർഡ് ലൈസൻസിന്റെ വാലിഡിറ്റി എത്രയാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാം, എല്ലാവർക്കും അറിയാം. എത്ര വർഷത്തേക്കാണ്? ഓപ്ഷൻ ബി ആണ് അല്ലേ, 3 വർഷത്തേക്കാണ് നമ്മൾ ഒരു ഹസാർഡ് ലൈസൻസിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിതിൽ ഇവിടെ 1 വർഷം കൊടുത്തിട്ടുണ്ട്, 5 വർഷം കൊടുത്തിട്ടുണ്ട്, 10 വർഷം കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിന്റെ കൂടെ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുന്ന സമയത്ത് മറ്റുള്ള ലൈസൻസിന്റെ വാലിഡിറ്റി എത്ര എന്നുള്ളത് കൂടി അറിഞ്ഞിരിക്കണം. അപ്പൊ 5 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ അല്ലെ, ഹസാർഡസ് ഇല്ലാത്ത ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെ ലൈസൻസിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 5 വർഷത്തേക്കാണ്. ബാക്കിയുള്ള ലൈസൻസ് നോർമലി നമ്മൾ നോൺ ട്രാൻസ്പോർട്ടായിട്ട് ഉപയോഗിക്കുന്ന ലൈസൻസിന്റെ വാലിഡിറ്റിക്ക് ഒരു ക്രൈറ്റീരിയ ഉണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. ഇത്ര ഏജ് മുതൽ ഇത്ര ഏജ് വരെ ഇത്രാമത്തെ വയസ്സ് വരെ ലൈസൻസ് ലഭിക്കും എന്നുള്ള രീതിയിൽ ഒരു ക്രൈറ്റീരിയ ഉണ്ട്. അതായിരിക്കും നെക്സ്റ്റ് ക്വസ്റ്റ്യന്, അതേപോലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും ഇനി വരാൻ പോകുന്നത്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, നമുക്ക് തുടർന്ന് വരുന്നതായിരിക്കും. എന്നാൽ ഞാൻ നെക്സ്റ്റ് 4ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ഡ്രൈവിംഗ് ലൈസൻസിന് അയോഗ്യത കൽപ്പിക്കാവുന്ന കുറ്റം. നമുക്കൊരു കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഫൈൻ ഈടാക്കും, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇംപ്രിസ്മെന്റ് ഉണ്ടാവും അല്ലെ, തടവ് ഉണ്ടായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ഡ്രൈവിംഗ് ലൈസൻസ് അയോഗ്യത കൽപ്പിക്കും, ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്ത് ഡിസ്ക്വാളിഫൈ ചെയ്യും. അപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസിന് അയോഗ്യത കൽപ്പിക്കാവുന്ന കുറ്റം താഴെ പറയുന്നവയിൽ ഏതാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഓപ്ഷൻ എ പറയുന്നത് പബ്ലിക് സർവീസ് വാഹനം ഓടിക്കുമ്പോൾ പുകവലിക്കുക, ബി പറയുന്നത് വാഹനം മോഷ്ടിക്കുക, സി പറയുന്നത് ഗുഡ്സ് വാഹനങ്ങളിൽ അമിതഭാരം കയറ്റുക, ഓപ്ഷൻ ഡി പറയുന്നത് മുകളിൽ കൊടുത്തിരിക്കുന്നവയെല്ലാം. പബ്ലിക് സർവീസ് വാഹനം ഓടിക്കുമ്പോൾ പുകവലിച്ചു കഴിഞ്ഞാൽ ലൈസൻസ് അയോഗ്യത കൽപ്പിക്കാം. വാഹനം മോഷ്ടിക്കുകയാണെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യാം, ഒരു വാഹനം കൊണ്ടുള്ള ഒരു കുറ്റകൃത്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, വാഹനം ഉപയോഗിച്ചിട്ട് അപകടം പോലുള്ള കുറ്റകൃത്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിലും വാഹനത്തിൽ വെച്ചിട്ട് എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ അയോഗ്യത കൽപ്പിക്കാം. അതോടൊപ്പം തന്നെ ഗുഡ്സ് വാഹനങ്ങൾ അമിതഭാരം കയറ്റി കഴിഞ്ഞാൽ ഓവർലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യാം, അയോഗ്യത കൽപ്പിക്കാം. അപ്പോൾ നമുക്ക് 3 ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആയിരിക്കും, മുകളിൽ കൊടുത്തിരിക്കുന്നത് എല്ലാം തന്നെ അയോഗ്യത കൽപ്പിക്കാവുന്ന കുറ്റങ്ങൾ തന്നെയാണ്. ഇത് ഞാൻ 5ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകുകയാണ്. 5th ക്വസ്റ്റ്യന് ജൂനിയർ ലൈസൻസിങ് അതോറിറ്റിയുടെ അധികാരം. ജൂനിയർ ലൈസൻസിങ് അതോറിറ്റി ഇത് ഏത് ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ ആണെന്നുള്ളത് ഓർത്തിരിക്കണേ. KMVR അല്ലെ, കേരള മോട്ടോർ വെഹിക്കിൾ റൂൾസ് പറയുന്നുണ്ട്. KMVRലാണ് നമ്മൾ ലൈസൻസിങ് അതോറിറ്റികളെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ജൂനിയർ ലൈസൻസിങ് അതോറിറ്റിയുടെ അധികാരം എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ ലൈസൻസ് പുതുക്കി നൽകുക, ഓപ്ഷൻ ബി മോട്ടോർ സൈക്കിളിന് ലൈസൻസ് നൽകുക, ഓപ്ഷൻ സി പുതിയ ലേണേഴ്സ് ലൈസൻസ് നൽകുക, ഓപ്ഷൻ ഡി മുകളിൽ കൊടുത്തിരിക്കുന്നവയിൽ ഒന്നുമല്ല. ഇതൊന്നും തന്നെ ജൂനിയർ ലൈസൻസിങ് അതോറിറ്റി അധികാരമല്ലാതാണ്. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണ് അല്ലേ, അതായത് പുതിയ ലേണേഴ്സ് ലൈസൻസ് അനുവദിക്കുക. പുതിയ ലേണേഴ്സ് ലൈസൻസ് അനുവദിക്കുക അല്ലെങ്കിൽ പുതിയ ലേണേഴ്സ് ലൈസൻസ് നൽകുക എന്നുള്ളത് ജൂനിയർ ലൈസൻസിങ് അതോറിറ്റിയുടെ അധികാരമാണ്. അപ്പോൾ ജൂനിയർ ലൈസൻസിങ് അതോറിറ്റി എന്താണ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. ആരായിരിക്കും ജൂനിയർ ലൈസൻസിങ് അതോറിറ്റി? അത് ഓരോ ഇതിനനുസരിച്ച് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ജൂനിയർ ലൈസൻസിങ് അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം AMVIമാരാണ് അല്ലേ, AMVIമാരാണ് ജൂനിയർ ലൈസൻസിങ് അതോറിറ്റി. അവരുടെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, പുതിയ ലേണേഴ്സ് ലൈസൻസ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. ഞാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. 6ാമത്തെ ക്വസ്റ്റ്യന് പബ്ലിക് സർവീസ് വാഹനത്തിന്റെ നിർവചനത്തിൽ ഉൾപ്പെടുന്ന വാഹനം. അത് പബ്ലിക് സർവീസ് വാഹനം അല്ലെ, പബ്ലിക് സർവീസ് വാഹനം ഏതാണ്? താഴെ പറയുന്നതിൽ പബ്ലിക് സർവീസ് വാഹനങ്ങൾ ഏതൊക്കെയാണ് എന്നാണ്. ഓപ്ഷൻ എ മോട്ടോർ ക്യാബ്, ഓപ്ഷൻ ബി മാക്സി ക്യാബ്, ഓപ്ഷൻ സി സ്റ്റേജ് ഗാരേജ്, ഓപ്ഷൻ ഡി മുകളിൽ കൊടുത്തിരിക്കുന്നവയെല്ലാം. ഏതാണ് വരുന്ന ആൻസർ? ആൻസർ എന്ന് ഓപ്ഷൻ ഡി ആണ്, മുകളിൽ കൊടുത്തിരിക്കുന്നവയെല്ലാം. എല്ലാം തന്നെ പബ്ലിക് സർവീസ് വാഹനങ്ങളാണ്. ഇപ്പോൾ മോട്ടോർ ക്യാബ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയണം മോട്ടോർ ക്യാബിലെ സീറ്റിംഗ് കപ്പാസിറ്റി മാക്സിമം എത്ര വരാം, മാക്സി ക്യാബിലെ സീറ്റിംഗ് കപ്പാസിറ്റി മാക്സിമം എത്ര വരെ വരാം അല്ലേ, ആ കാര്യങ്ങളൂടെയും ഇതിന്റെ കൂടെ തന്നെ പഠിച്ചിട്ട് പോവുക. സ്റ്റേജ് ഗാരേജ് എന്താണ്, അതോടൊപ്പം തന്നെ ഇതിന്റെ കൂടെ തന്നെ കോൺട്രാക്ട് ഗാരേജ് എന്താണ് എന്നുള്ളത് കൂടിയും അറിഞ്ഞിരിക്കണം. ആ 2 കൺസെപ്റ്റ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കണം. നെക്സ്റ്റ് 7th ക്വസ്റ്റ്യന് താഴെ കൊടുത്തിരിക്കുന്നവയിൽ പെർമിറ്റ് ആവശ്യമുള്ള വാഹനം. താഴെ കൊടുത്തിരിക്കുന്നതിൽ പെർമിറ്റ് ആവശ്യമുള്ള വാഹനങ്ങൾ ഏതൊക്കെയാണ്? ഇതിൽ കുറേ ഈ ക്വസ്റ്റ്യൻസ് തിരിച്ചു മറിക്കും ചോദിക്കാറുണ്ട്. പെർമിറ്റ് ആവശ്യമുള്ള വാഹനം ചോദിക്കാറുണ്ട്, പെർമിറ്റ് ആവശ്യമില്ലാത്ത വാഹനം എന്ന് പറഞ്ഞു ചോദിക്കാറുണ്ട്. അപ്പോൾ ഓപ്ഷൻ എ എന്ന് പറയുന്നത് ആംബുലൻസ്, ഓപ്ഷൻ ബി 3000 കിലോഗ്രാമിന് മുകളിൽ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് ഇല്ലാത്ത ഗുഡ്സ് വാഹനങ്ങളിൽ, ഓപ്ഷൻ സി കേടുപാടുകൾ പരിഹരിക്കുന്നതിനായി കാലിയായി പോകുന്ന ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ, ഓപ്ഷൻ ഡി പ്രൈവറ്റ് സർവീസ് വാഹനങ്ങൾ. ഇതിൽ പെർമിറ്റ് ആവശ്യമുള്ള വാഹനം ഏതൊക്കെയാണ് എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. ഇപ്പോൾ 3000 കിലോഗ്രാമിന് താഴെയാണെന്നുണ്ടെങ്കിൽ പെർമിറ്റ് ആവശ്യമില്ല, ആംബുലൻസിന് പെർമിറ്റ് ആവശ്യമില്ല, കേടുപാടുകൾ പരിഹരിക്കുന്നതിന് കൊണ്ടുപോകുന്ന വാഹനങ്ങൾക്ക് ആവശ്യമില്ല, പ്രൈവറ്റ് സർവീസ് വാഹനങ്ങളായിരിക്കും. ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. പ്രൈവറ്റ് സർവീസ് വാഹനങ്ങൾക്ക് പെർമിറ്റ് ആവശ്യം തന്നെയാണ്. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യന് റിക്ഷയുടെ സർട്ടിഫിക്കറ്റ് ഓഫ് ഫിറ്റ്നസിന്റെ കാലാവധി എന്താണ്? ഇലക്ട്രിക് റിക്ഷ അല്ലെ, റിക്ഷയുടെ
സർട്ടിഫിക്കറ്റ് ഓഫ് ഫിറ്റ്നസിന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന്റെ കാലാവധി? ഓപ്ഷൻ എ 3 വർഷം, ഓപ്ഷൻ ബി 2 വർഷം, ഓപ്ഷൻ സി 1 വർഷം, ഓപ്ഷൻ ഡി മുകളിൽ കൊടുത്തിരിക്കുന്നതിലൊന്നുമല്ല. അത് ഈ റിക്ഷയുടെ സർട്ടിഫിക്കറ്റ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന്റെ വാലിഡിറ്റി കറക്റ്റ് ഓർത്തിരിക്കുക. ഈ റിക്ഷയ്ക്ക് 3 വർഷമാണ് അല്ലേ, 3 വർഷമാണ് എന്ത് വരുന്നത്, ഈ ഇലക്ട്രിക് റിക്ഷകൾക്കൊക്കെ ഫിറ്റ്നസ് കൊടുക്കുന്നത്, അതിന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. 9ാമത്തെ ക്വസ്റ്റ്യന്, ഗുഡ്സ് വാഹനങ്ങൾക്ക് അസാധാരണമായ സാഹചര്യങ്ങളിൽ ടെമ്പററി പെർമിറ്റ് നൽകാവുന്ന പരമാവധി കാലാവധി. ഇവിടെ ചോദിച്ചിട്ട് പരമാവധി കാലാവധി ചോദിച്ചിട്ടോ, കാലാവധി മാത്രം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര ഒരു ടെമ്പററി പെർമിറ്റ് എത്രയാണ് വാലിഡിറ്റി ആണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആൻസറും പരമാവധി കാലാവധി എത്രയും ചോദിക്കുന്ന ആൻസറും നല്ല വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് നിങ്ങൾ നോക്കുക. അപ്പോൾ ഓപ്ഷൻ എ 1 മാസം, ഓപ്ഷൻ ബി 3 മാസം, ഓപ്ഷൻ സി 6 മാസം, ഓപ്ഷൻ ഡി 1 വർഷം. എത്രയാണ്? ഗുഡ്സ് വാഹനങ്ങൾക്ക് സാധാരണയായി ടെമ്പററി പെർമിറ്റ് നൽകുന്നത് മാക്സിമം 1 വർഷത്തേക്ക് മാത്രമാണ്. മാക്സിമം 1 വർഷത്തേക്കാണ് ടെമ്പററി പെർമിറ്റ് നൽകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. 10ാമത്തെ ക്വസ്റ്റ്യന്, ഡാഷ് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഒരു ഉചിതമായ ചൈൽഡ് റെസ്ട്രെയിൻമെന്റ് സിസ്റ്റത്തിലാണ് ഇരിക്കുന്നതെന്ന് ഡ്രൈവർ ഉറപ്പുവരുത്തേണ്ടതാണ്. അതായത് എത്ര വയസ്സ് വരെയുള്ള ഒരു വയസ്സ് പറയുന്നുണ്ട്, ആ വയസ്സ് വരെയുള്ള കുട്ടികൾ ഉചിതമായിട്ടുള്ള ഒരു ചൈൽഡ് റെസ്ട്രെയിൻമെന്റ് സിസ്റ്റത്തിലാണ് ഇരിക്കുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതാണ്. ഓപ്ഷൻ എ 4 വയസ്സ്, ഓപ്ഷൻ ബി 9 വയസ്സ്, ഓപ്ഷൻ സി 12 വയസ്സ്, ഓപ്ഷൻ ഡി 14 വയസ്സ്. എത്രയാണ് വരുന്നത്? ഓപ്ഷൻ സി ആണ് അല്ലെ, 12 വയസ്സ് വരെ. അതായത് 12 വയസ്സ് വരെയുള്ള കുട്ടികൾ ഒരു ഉചിതമായ ചൈൽഡ് റെസ്ട്രെയിൻമെന്റ് സിസ്റ്റത്തിലാണ് ഇരിക്കുന്നത് എന്നുള്ളത് ഡ്രൈവർ ഉറപ്പുവരുത്തേണ്ടതാണ് എന്നുള്ളതാണ് വരുന്നത്. 10ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്. നെക്സ്റ്റ് 11ാമത്തെ ക്വസ്റ്റ്യന്, തന്റെ വാഹനം ഇടത്തേക്ക് തിരിയുവാൻ ആഗ്രഹിക്കുന്ന ഒരു ഡ്രൈവർ ചെയ്യരുതാത്തത്. ഒരു ഡ്രൈവർ ഇടത്തോട്ട് തിരിയാൻ നിൽക്കുകയാണ്, ആ തിരിയാൻ നിൽക്കുന്ന സമയത്ത് അയാൾ ചെയ്യാൻ പാടില്ലാത്തത് എന്താണ് എന്നാണ്. ഓപ്ഷൻ എ സ്ലിപ്പ് ലൈൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലൂടെ വാഹനം ഓടിക്കരുത്. ഓപ്ഷൻ ബി ഇടത്തോട്ട് തിരിയുന്നതിനുള്ള ഡയറക്ഷൻ ഇൻഡിക്കേറ്റർ പ്രവർത്തിപ്പിക്കണം. ഓപ്ഷൻ സി ഇടത്തോട്ട് തിരിയുന്നതിന് മുമ്പായി സൈക്കിൾ യാത്രക്കാർക്ക് വഴി കൊടുക്കേണ്ടതാണ്. ഓപ്ഷൻ ഡി നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ലാത്ത പെഡസ്ട്രിയൻ ക്രോസിംഗിൽ കാൽനടക്കാർക്ക് വഴി നൽകേണ്ടതാണ്. അല്ലെ, അപ്പൊ ഡ്രൈവർ ചെയ്യാൻ പാടില്ലാത്തത് അല്ലെ, ചെയ്യരുതാത്തത് എന്ത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ജസ്റ്റ് നോക്കിയാൽ മതി. ഇടത്തോട്ട് തിരിയുന്ന ഡയറക്ഷൻ ഇൻഡിക്കേറ്റർ ഇടണം, അതോടൊപ്പം തന്നെ ഇടത്തോട്ട് തിരിയുന്നതിന് മുന്നേ സൈക്കിൾ യാത്രക്കാർക്ക് വഴി നൽകണം, അതേപോലെ തന്നെ പെഡസ്ട്രിയൻ ക്രോസിംഗ് ഉണ്ടെങ്കിൽ അവിടെ നിൽക്കുന്ന ആളുകൾക്കും വഴി കൊടുക്കണം. സ്ലിപ്പ് ലൈനിലൂടെ വാഹനം ഓടിക്കണം എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്. ഇവിടെ വാഹനം ഓടിക്കരുത് എന്നാണ് പറയുന്നത് അല്ലേ. അപ്പൊ ആൻസർ വരിക ഓപ്ഷൻ എ ആണ്. സ്ലിപ്പ് ലൈൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലൂടെ വാഹനം ഓടിക്കരുത്, അത് തെറ്റാണ്. സ്ലിപ്പ് ലൈൻ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിലൂടെ തന്നെ വാഹനം ഓടിക്കണം. സ്ലിപ്പ് ലൈൻ എല്ലാവർക്കും അറിയാലോ. ഇപ്പൊ ഇങ്ങനെ ഇങ്ങോട്ട് ഇത് റോഡാണ്, ഇങ്ങനെ റോഡാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് ലൈൻ കൊടുത്തിട്ടുണ്ടാവും, കട്ട് ചെയ്തിട്ട് ഇവിടുന്ന് വരുന്ന ലെഫ്റ്റ് വരുന്ന വാഹനങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് കയറി പോകാൻ വേണ്ടിയിട്ട് ജംഗ്ഷന്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ലിപ്പ് ലൈൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ആ സ്ലിപ്പ് ലൈൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്തായാലും ആ റോഡിലൂടെ മാത്രമേ വാഹനം ഓടിക്കാൻ പാടുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യന്, ദേശീയപാതയിൽ മീഡിയൻ ഡിവൈഡറോട് കൂടിയ റോഡിൽ ചരക്ക് വാഹനങ്ങളുടെ വേഗത പരിധി എത്ര? അതായത് ദേശീയപാത നാഷണൽ ഹൈവേ ഉണ്ട്, മീഡിയൻ ഡിവൈഡറുകൾ 2 റോഡുകളെയും ഡിവൈഡർ കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ, വേർതിരിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൽ ചരക്ക് വാഹനങ്ങളുടെ ഏത് വാഹനം പറഞ്ഞില്ലേ, ചരക്ക് വാഹനങ്ങളുടെ വേഗത പരിധി എത്രയാണ്, മാക്സിമം വേഗത എത്രയാണ് നോക്കുന്നത്. ഓപ്ഷൻ എ 60 km/h, ഓപ്ഷൻ ബി 65 km/h, ഓപ്ഷൻ സി 80 km, ഓപ്ഷൻ ഡി 70 km. എത്രയാണ് വേഗത? ചരക്ക് വാഹനങ്ങളുടെ മാക്സിമം വേഗത എന്ന് പറയുന്നത് 80 km/h അല്ലെ. മാക്സിമം 80 km/h ആണ് ഒരു ഗുഡ്സ് വാഹനത്തിന്. നമ്മൾ കേരളത്തിലെ എല്ലാ റോഡിലൂടെയും, അതായത് ഏത് റോഡിലൂടെ പോകുകയാണെന്നുണ്ടെങ്കിലും അത് 4 ലൈൻ ഹൈവേ ആയിക്കോട്ടെ 6 ലൈൻ ഹൈവേ ആയിക്കോട്ടെ, മാക്സിമം ചരക്ക് വാഹനങ്ങൾക്ക് വേഗത എന്ന് പറയുന്നത് 80 km/h ആണ്. നെക്സ്റ്റ് 13ാമത്തെ ക്വസ്റ്റ്യന്, പെഡസ്ട്രിയൻ ക്രോസിംഗിലും അതിനു മുമ്പുമുള്ള ഡാഷ് മീറ്ററിലും വാഹനം നിർത്തരുത്. ഇതെല്ലാം നല്ല മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻസ് എന്ന് വന്ന ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. അതായത് പെഡസ്ട്രിയൻ ക്രോസിംഗിലും അതിന് മുന്നേയുള്ള എത്ര മീറ്ററിലും, അതായത് നമുക്കറിയാം പെഡസ്ട്രിയൻ ക്രോസിംഗിന് മുന്നേ ഒരു സ്റ്റോപ്പ് ലൈൻ ഉണ്ടാവും, അതിന് മുന്നേ നിർത്താൻ പാടുള്ളൂ. സ്റ്റോപ്പ് ലൈൻ ഇല്ലാത്ത കേസ് എത്ര മീറ്റർ മുന്നിലും വാഹനം നിർത്തരുത് എന്നാണ്. ഓപ്ഷൻ 1 മീറ്റർ, 3 മീറ്റർ, 5 മീറ്റർ, 10. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, 5 മീറ്റർ അല്ലെ. 5 മീറ്റർ മുന്നിൽ, 5 മീറ്റർ ഇടയിലും ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, 5 മീറ്ററിന്റെ ഇടയിലും ഒരിക്കലും വാഹനം നിർത്താൻ പാടുള്ളതല്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് അടുത്ത് 14ാമത്തെ ക്വസ്റ്റ്യന്, മദ്യപിച്ച് വാഹനം ഓടിച്ചാൽ ആദ്യത്തെ കുറ്റകൃത്യത്തിലുള്ള പിഴത്തുക എത്ര അല്ലെ. മദ്യപിച്ച് വാഹനം ഓടിച്ചാൽ സെക്ഷൻ 185 പ്രകാരം എത്രയാണ് അതിന്റെ പിഴ, അതിന്റെ ഫൈൻ എത്രയാണ് അല്ലെ.
ഓപ്ഷൻ എ 10,000 രൂപ. അതിൽ ആദ്യത്തെ കുറ്റത്തിന് നിന്ന് പ്രത്യേകം പറയുന്നുണ്ട്, കാരണം നമുക്കറിയാം അതിന് ഫൈന് രണ്ടാമത് വീണ്ടും ഒഫൻസ് റിപ്പീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫൈൻ എമൗണ്ട് മാറ്റുണ്ട്. അപ്പോൾ ആദ്യത്തെ കുറ്റത്തിന് 10,000 രൂപ, 5,000 രൂപ, 2,000 രൂപ, 1,000 രൂപ. എത്രയാണ് ഫൈൻ വരുന്നത്? ഓപ്ഷൻ എ ആണ് അല്ലേ, 10,000 രൂപ. 10,000 രൂപയാണ് നമ്മൾ ഒഫൻസ് ചെയ്യണം, മദ്യപിച്ച് വാഹനം ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഫൈൻ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റിന് 15ാമത്തെ ക്വസ്റ്റിന്, വാഹനം ഓടിക്കാൻ മാനസികമായോ ശാരീരികമായോ അനുയോജ്യമല്ലാത്തപ്പോൾ മോട്ടോർ വാഹനം ഓടിച്ചാൽ ആദ്യത്തെ കുറ്റകൃത്യത്തിനുള്ള പിഴത്തുക. അത് ഒരാൾ മെന്റലി ഓർ ഫിസിക്കലി അൺഫിറ്റ് ടു ഡ്രൈവ് ആണ്. സെക്ഷൻ 186. 186 പ്രകാരം സെക്ഷൻ മോട്ടോർ വെഹിക്കിൾ ആക്ടിന്റെ MV ആക്ടിന്റെ സെക്ഷൻ ആണ്. MV ആക്ട് സെക്ഷൻ 186. 186 പ്രകാരം മാനസികമായിട്ടോ ശാരീരികമായിട്ടോ അയാൾ ഫിറ്റ് അല്ല, അയാൾ ഓക്കെ അല്ലാത്ത സമയത്ത് വാഹനം ഓടിച്ചാൽ അതിനുള്ള കുറ്റകൃത്യത്തിന്റെ പിഴ. ഓപ്ഷൻ എ 500 രൂപ, ഓപ്ഷൻ ബി 1000 രൂപ, ഓപ്ഷൻ സി 2000 രൂപ, ഓപ്ഷൻ ഡി 5000 രൂപ. എത്രയാണ് വരിക? ഓപ്ഷൻ ബി ആണ്, 1000 രൂപയാണ് അദ്ദേഹത്തിന് ഫൈൻ വരിക. അപ്പോൾ ഈ ഫൈൻ എമൗണ്ട് കാര്യങ്ങളും നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കുക. കാരണം നമ്മൾ ഡയറക്റ്റ് ചോദിക്കാം, ഡ്രൈവർ OA പോലുള്ള എക്സാമുകൾക്ക് സെക്ഷനും ഡയറക്റ്റ് ചോദിക്കാം. അതായത് മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ഫിറ്റ് അല്ലാത്ത ഒരാൾ വാഹനം ഓടിക്കുന്നുണ്ടെങ്കിൽ അത് മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ ഏത് സെക്ഷൻ പ്രകാരം കുറ്റകരമാണ് എന്നുള്ളത് ചോദിക്കാം. 184, 185, 186, 187 എന്ന് പറഞ്ഞാൽ അടുപ്പിച്ച് തരും നമുക്ക്. അപ്പോൾ നമ്മളത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് എഴുതുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന ഡ്രൈവർ കം OAയുടെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഏതാനും ചില ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഡ്രൈവർ കം OA എക്സാം എഴുതുന്നവർക്ക് വേണ്ടിയിട്ട് CCയിൽ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 30 days ക്രാഷ് ബാച്ച് ആണ്. അപ്പോൾ നമ്മുടെ സിലബസിനെ ഫുള്ളായിട്ടുള്ള ഡ്രൈവിംഗ് സിലബസ് ആയിട്ടും ജനറൽ ടോപ്പിക്സും ആയിട്ടൊക്കെ ഉള്ള ഫുള്ളി സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സസ് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. അതോടൊപ്പം തന്നെ PDF നോട്ട്സ് ഉണ്ടായിരിക്കും. എക്സ്ട്രാ ലൈവ് സെക്ഷൻസ്, നിങ്ങളുടെ ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എക്സ്ട്രാ ലൈവ് സെക്ഷൻസ് ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾക്കൊരു മെന്റർഷിപ്പോട് കൂടി പഠിക്കാൻ കഴിയും. നിങ്ങളുടെ ഡൗട്ടുകളും സെക്ഷനുമായി ബന്ധപ്പെട്ടൊക്കെ ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾക്ക് മെന്റർഷിപ്പോട് കൂടി പഠിക്കാം. പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഡ്രൈവർ കം OA എന്ന് പറയുന്നത് നമ്മളെ കഴിഞ്ഞ വർഷം വന്ന കുറേ കാറ്റഗറിക്ക് ഒന്നിച്ച് നടക്കാൻ പോകുന്നതാണ്. ഇനിയൊരു OA എക്സാം നടക്കണമെന്നുണ്ടെങ്കിൽ ഒരു വർഷം പോലും നമ്മൾ കാത്തിരിക്കണം. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഈ ഒരു അവസരം നിങ്ങൾ ഒരിക്കലും പാഴാക്കരുത്. അപ്പോൾ നിങ്ങളൊരു ഇതുവരെ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ട് കൃത്യമായിട്ട് മൊഡ്യൂളുകളൊക്കെ നോക്കി റിവിഷൻ പ്ലാനൊക്കെ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് പഠിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. ഇതേപോലുള്ള മറ്റ് വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു.